നമുക്ക് ഐറിഷ് ക്രീം ഉണ്ടാക്കാം. അതിലേക്ക് നമുക്ക് 1 ലിറ്റർ വോഡ്ക വേണം. ഒരു 70 മില്ലി ചൂടുവെള്ളത്തിലേക്ക് 250 മില്ലി വോഡ്ക നമ്മൾ ഒഴിച്ചു വിടണം. ഇത് 250 മില്ലി വോഡ്കയിലേക്ക് ഒരു 70 മില്ലി ചൂടുവെള്ളം ഒഴിച്ചതാണ്. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്. ക്രീം ലിക്കർ ബേസാണിത്. ഇത് ഉപയോഗിക്കുന്ന മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു 6 മാസത്തോളം ഇതിന് ഷെൽ ലൈഫ് കിട്ടും. നേരെ മറിച്ച് ഫ്രഷ് ക്രീം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 ദിവസത്തിനുള്ളിൽ ഇത് കേടായി പോകും. ഇപ്പോൾ നമ്മുടെ പാത്രത്തിനകത്തുള്ളത് 70 മില്ലി ചൂടുവെള്ളം, ഒരു 250 മില്ലി നമ്മുടെ വോഡ്ക, പിന്നെ നമ്മുടെ ക്രീം ബേസ്. നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. നമ്മൾ നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഷംറോക്ക് ക്രീം എസൻസ് ചേർത്ത് വേണം. ഇതാണ്. ഇതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന ബാക്കിയുള്ള 700 മില്ലി വോഡ്ക ഒഴിച്ചു വേണം. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിനെ നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം. നമുക്കൊരു ഫ്രഞ്ച് കോഫി ഉണ്ടാക്കിയാലോ. നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒരു 2 ഐസ്, അതിലേക്കൊരു 60 മില്ലി നമ്മുടെ ഒരു ബ്രാൻഡി ഒഴിക്കുക. ഞാനിവിടെ സെയിൻറ്റ് റമിയാണ് ഉപയോഗിക്കുന്നത്. ഒരു 30 മില്ലി കേലുവ കോഫി ലിക്കർ ഒഴിക്കുക. ഒരു 60 ml ഐറിഷ് ക്രീം. നല്ലൊരു ഫ്രഞ്ച് കോഫി റെഡിയാണ്. ചിയേഴ്സ്.